നമസ്കാരം. മധ്യപൂർവേഷ്യയിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ വ്യോമാക്രമണത്തിലുണ്ടായത് കനത്ത നാശനഷ്ടം. ഈ നാശനഷ്ടങ്ങൾ പരിഹരിക്കണമെങ്കിൽ കോടിക്കണക്കിന് ഡോളർ വേണ്ടി വരുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഫെബ്രുവരി 28-ന് യുദ്ധം തുടങ്ങിയ ശേഷം മേഖലയിൽ കുറഞ്ഞത് 7 രാജ്യങ്ങളിലെ പ്രധാന സൈനിക കേന്ദ്രങ്ങളാണ് ഇറാൻ ലക്ഷ്യമിട്ടത്. സംഭരണശാലകൾ, കമാൻഡ് സെന്ററുകൾ, വിമാന ഹാക്കറുകൾ, ഉപഗ്രഹ ആശയവിനിമയ സംവിധാനങ്ങൾ, റൺവേകൾ, റഡാർ സംവിധാനങ്ങൾ, വിമാനങ്ങൾ എന്നിവയ്ക്കെല്ലാം ഇറാന്റെ ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ചു. US വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് പഴയ F-5 യുദ്ധവിമാനം ഉപയോഗിച്ചതടക്കം ഇറാൻ ആക്രമണം നടത്തിയത്. ഈ ആക്രമണങ്ങളിലുണ്ടായ നാശനഷ്ടങ്ങളെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങളാണ് US പ്രതിരോധ വകുപ്പ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. മേഖലയിൽ US സെൻട്രൽ കമാൻഡറും നഷ്ടങ്ങളുടെ വ്യാപ്തിയെക്കുറിച്ച് പ്രതികരിക്കാനും തയ്യാറായിട്ടില്ല. എന്തുകൊണ്ട് വകുപ്പ് ഇക്കാര്യത്തിൽ മൗനം പുലർത്തുന്നു എന്ന ചോദ്യം റിപ്പബ്ലിക്കൻ നിയമനിർമ്മാതാക്കൾ തന്നെ ഉയർത്തുന്നുണ്ട്. നിരന്തരം ഇത് സംബന്ധിച്ച് നേതാക്കൾ ചോദ്യം ഉയർത്തുന്നുണ്ട് എങ്കിലും മറുപടി ഇല്ലാത്തതിനാൽ നേതാക്കൾ വലിയ അതൃപ്തിക്ക് വഴിവെച്ചിട്ടുണ്ട്. ആർക്കും ഒന്നും അറിയില്ല, ഞങ്ങൾ ആഴ്ചകളായി ചോദ്യം ചോദിച്ചിട്ടും വ്യക്തമായ വിവരങ്ങളൊന്നും ലഭിക്കുന്നില്ല. പെന്റഗൺ റെക്കോർഡ് ബഡ്ജറ്റ് ആവശ്യപ്പെടുമ്പോഴും ഇതാണ് സ്ഥിതി. ഒരു നേതാവിനെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാനെതിരായ യുദ്ധത്തിന് പണം കണ്ടെത്താൻ $200 ബില്യൺ തുക US കോൺഗ്രസിൽ നിന്നും പെന്റഗൺ ആവശ്യപ്പെട്ടതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. സംഘർഷത്തിന്റെ ആദ്യ ആഴ്ചയിൽ തന്നെ US സൈനിക നീക്കങ്ങൾ $11 ബില്യൺ ചെലവഴിച്ചിരുന്നു. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ട്രംപ് $1.5 ട്രില്യൺ പ്രതിരോധ ബഡ്ജറ്റാണ് ആവശ്യപ്പെട്ടത്. അതായത് മുൻ വർഷത്തേക്കാൾ ഇത് 50% അധികം വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 2026-ലേക്കുള്ള പ്രതിരോധ ബഡ്ജറ്റ് US കോൺഗ്രസ് ഇതിനകം തന്നെ $838.5 ബില്യൺ അംഗീകരിച്ചിരുന്നു. എങ്കിലും നിലവിലെ സൈനിക ആവശ്യങ്ങൾക്കായി കൂടുതൽ ധനം കണ്ടെത്താനാണ് പെന്റഗൺ ശ്രമിക്കുന്നത്. യുദ്ധത്തിൽ ഇറാൻ വേഗം കീഴടങ്ങുമെന്നതായിരുന്നു ട്രംപിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ അതിശക്തമായ തിരിച്ചടികളാണ് US ഇറാനിൽ നിന്നും നേരിട്ടത്. നിലവിൽ ഇറാനുമായി രണ്ടാം ഘട്ട സമാധാന ചർച്ച നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് US. അതേസമയം പാകിസ്ഥാന്റെ മധ്യസ്ഥതയിലാണ് ചർച്ചകൾ നടക്കുന്നത്. ട്രംപ് കടുത്ത നിലപാടുകൾ തുടർന്നാൽ കീഴടങ്ങില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇറാൻ. അതേസമയം പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഇറാന് പൂർണ്ണമായും വിശ്വാസ്യതയില്ല എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. അമേരിക്കയുടെ നിലപാടുകൾക്കൊപ്പമാണ് പരോക്ഷമായി പാകിസ്ഥാൻ നിൽക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഈ സാഹചര്യത്തിലാണ് പാകിസ്ഥാന്റെ മധ്യസ്ഥതയെ ഇറാൻ ഒരിക്കലും വിശ്വസിക്കാൻ തയ്യാറാകാത്തത്.